ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നോ കോസ്റ്റ് ഡെക്കർ ഐഡിയാസാണ്. നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോ കോസ്റ്റിൽ എങ്ങനെ കിച്ചൺ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടിയിട്ടാണിത്. അതുപോലെ തന്നെ നമ്മൾ നോർമലി A4 ഷീറ്റിൽ എടുത്തിട്ടുള്ള പ്രിൻറ്റഡ് ടെക്സ്റ്റൊക്കെ നമുക്ക് എങ്ങനെ ഡെക്കോ പേജ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ഈസി മെത്തേഡും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കോഡ്സൊക്കെ പ്രിൻറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോപ്പിംഗ് ബോർഡാണ് ഞാനിവിടെ റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ചോപ്പിംഗ് ബോർഡ് റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റിൽ സക്സസ് ആവുമെന്ന് അറിയാണ്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു ഫസ്റ്റ് ചോപ്പിംഗ് ബോർഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വെള്ളവും ഗ്ലൂവും ഉള്ള മിക്സ്ചർ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് ആ ഒരു എഡ്ജ് പോർഷനൊക്കെ ഒന്ന് ടിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നോർമൽ ലുക്കിന് വേണ്ടിയിട്ട് ഒരു റാൻഡം ഒരു അൺഫിനിഷ്ഡ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ടും തമ്മിൽ നല്ലോണം ബ്ലെൻഡായി കിട്ടും. നമ്മുടെ ചോപ്പിംഗ് ബോർഡും അതുപോലെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പേപ്പറും കൂടെ ഒന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടിയർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ടെക്സ്റ്റൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്ന കളേഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്ന കളേഴ്സാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മുടെ ചോപ്പിംഗ് ബോർഡ് ഏത് കളറിലാണോ ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന ബോർഡറും കൂടെ അപ്ലൈ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡറൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു സൈഡ് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ബ്ലെൻഡായി തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് കളർ ബ്ലെൻഡിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മുടെ നെക്സ്റ്റ് ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങും കൂടെ നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും നമുക്ക് നമ്മുടെ റൈറ്റിങ്സൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു കളർ തന്നെയാണ്. അപ്പോൾ അതാ ഞാനിത് ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബോർഡർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ചോപ്പിംഗ് ബോർഡിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ടിയർ ചെയ്തെടുത്തിട്ടുള്ള പേപ്പറിൻ്റെ എഡ്ജിൽ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതും ഈ ഒരു ടൈമിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോർഡ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ മുകളിൽ കൂടെ വെള്ളവും ഗ്ലൂവും തമ്മിലുള്ള മിക്സ്ചറായിരുന്നു അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. നെക്സ്റ്റ് ബോർഡിൽ ഞാൻ ഡയറക്റ്റ് ബാക്ക് സൈഡിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോർഡിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം എഡ്ജിൽ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് എയർ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജസൊക്കെ ചോപ്പിംഗ് ബോർഡുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാനും ചൂസ് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്കിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫാൻസി ആയിട്ട് ടെക്സ്റ്റൊന്നും അധികം എഴുതാനൊന്നും അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റും കോട്ട് കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തെടുത്ത് അതുപോലെ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു റിസ്ക്കും ഇല്ലാതെ അതുപോലെ പെയിൻറ്റിംഗ് ഒന്നും അറിയാത്തവർക്കും ട്രൈ ചെയ്യാവുന്നൊരു ബെസ്റ്റ് മെത്തേഡാണിത്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡെക്കർ പീസായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഡെക്കർ പീസ് തന്നെയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നോ കോസ്റ്റിൽ ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ ആ ഒരു കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു കോസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഡെക്കർ പീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് ട്രേസ് ചെയ്ത് റീറൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചോപ്പിംഗ് ബോർഡ് DIY ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് DIY ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ള ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് യൂസ് ചെയ്യുന്ന കോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലുള്ള ചെറിയൊരു കോട്ടാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ടിയർ ചെയ്തെടുക്കുന്നുണ്ട്, ആ ഒരു പോർഷൻ ടിയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു റൈറ്റിങ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കൂടെ ഈ ഒരു ബോർഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ആ ഒരു ബോർഡറൊന്നും കാണാത്ത രീതിയിൽ ഒരു അൺഫിനിഷ് ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ടിയർ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി പ്ലേസിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ടിയർ ചെയ്തിട്ട് തന്നെയാണ് പേപ്പേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു റഫ് ആൻഡ് റാൻഡം സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതും കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ ഫുള്ളായിട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ടിയർ ചെയ്തിട്ടുള്ള എഡ്ജസൊക്കെ ഒന്നും കൂടെ ഗ്ലൂ വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ബോർഡിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബോർഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളിലേക്കുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൊക്കെ ക്ലിയർ ആവുന്ന രീതിയിലുള്ള പെയിൻറ്റ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ടിയർ ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പേഴ്സിൻ്റെ എഡ്ജൊക്കെ എത്ര പീസ് നമ്മൾ വെച്ചിട്ടുണ്ടോ അത്രയും പീസിൻ്റെ എഡ്ജസൊക്കെ വേറൊരു ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ബോർഡർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഈ ഒരു ബോർഡിൽ നമ്മൾ റൈറ്റിങ്സ് ഒരു കോർണറിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് കോർണറിൽ ജസ്റ്റ് ചെറിയൊരു പെയിൻറ്റിങ് കൂടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ വേസ് ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോർണർ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് കോർണറിൽ ഒരു കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫ്ലവറിലുള്ള ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് പിക്ക് ചെയ്തിട്ടുള്ളത് അതിനായിട്ട്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആ ഒരു ബോർഡറുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നോ കോസ്റ്റ് ഡെക്കർ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ കിച്ചണിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാത്ത ചോപ്പിംഗ് ബോർഡ്, അതുപോലെ പാന്, സ്പൂണ്, അതുപോലെ നമ്മുടെ സ്റ്റാപ്ലേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കിച്ചനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.